ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാവൽക്കാരൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 121 അധ്യായം 4 വാക്യം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നമ്മുടെ കൃപയുള്ള കർത്താവ് മയങ്ങുകയോ ഉറങ്ങുകയോ ഇല്ല. അവൻ നമുക്ക് ഒരു ഇടവേളയും കൂടാതെ കാവൽ നിൽക്കുന്നു. ഒരിക്കലും ഉറക്കത്തിൽ അടയ്ക്കാത്ത ഒരു കണ്ണുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ജാഗരൂകമായ കണ്ണുകളാണ്. ജീവനുള്ള ഒരു ദൈവത്താൽ നാം സംരക്ഷിക്കപ്പെടുന്നതിനാൽ ഭയപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഒരു കാലത്തൊരു ഗ്രാമത്തിൽ വളരെ ധനികയും സ്വാധീനവുമുള്ളവളുമായ ഒരു വൃദ്ധ സ്ത്രീ താമസിച്ചിരുന്നു. അവരുടെ ആഭരണങ്ങൾ പണയപ്പെടുത്തി അവർ പലർക്കും പണം കടം കൊടുത്തിരുന്നു. അവൾ വളരെ ധനികയായിരുന്നെങ്കിലും കള്ളന്മാരെ ഭയന്നിരുന്നതിനാൽ അവൾ രാത്രിയിൽ ഒരിക്കലും ഉറങ്ങിയില്ല. ചെറിയ ശബ്ദം പോലും അവളെ വിശ്രമത്തിൽ നിന്ന് ഉണർത്തുമായിരുന്നു. അവളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ എന്ന ഭയം, നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ചുള്ള ഭയം, മരണഭയം എന്നിവയാൽ അവളുടെ ജീവിതം മുഴുവൻ വിഴുങ്ങി. ഇന്ന് നിരവധി ആളുകൾ സമാനമായ ഭയത്തിന്റെ കെണികളിൽ കുടുങ്ങി സമാധാനം, സന്തോഷം, വിശ്രമം എന്നിവ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ദൈവമക്കളായ നമുക്ക് നമ്മുടെ എല്ലാ കരുതലുകളും കർത്താവിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയാം: കർത്താവെ, നീ എപ്പോഴും ജാഗരൂകനാകുന്നു. നീ ഉറങ്ങാത്തതിനാൽ നീ കാവൽ നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് സുരക്ഷിതമായി വിശ്രമിക്കാൻ കഴിയുമെന്ന് ദാവീദ് രാജാവ് പറഞ്ഞു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന്. ഇത് സങ്കീർത്തനം 4 അധ്യായം 7-8 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും കർത്താവിന് മാത്രമേ ഞങ്ങളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ കഴിയൂ. പലരും കാവൽക്കാരെ നിയമിക്കുകയും അവരുടെ വീടുകൾ സംരക്ഷിക്കാൻ കാവൽ നായ്ക്കളെ നിയമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 127 അധ്യായം 1 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വധിച്ച വ്യക്തി സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൗമിക കാവൽക്കാർ ഉറങ്ങുകയോ അവരുടെ കടമയിൽ നിന്ന് പരാജയപ്പെടുകയോ ചെയ്യാം. എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കലും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. ഒരു ഇടയൻ തന്റെ ആട്ടിൻകൂട്ടത്തിന് നിരന്തരം കാവൽ നിൽക്കുന്നു. ഒരു കുഞ്ഞാടിനെ പോലും അവൻ വഴിതെറ്റിപ്പോവാനോ ഉപദ്രവത്തിൽ വീഴാനോ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രിയ കുഞ്ഞെ, നിന്നെ അവന്റെ കൺമണി പോലെ കാക്കുന്നു. സെക്രിയാവ് പ്രഖ്യാപിക്കുന്നു, നിന്നെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന്. ഇത് സെക്രിയാവ് 2 അധ്യായം 8 വാക്യത്തിൽ കാണാൻ സാധിക്കും. അതിനാൽ കർത്താവിനോട് അടുക്കുവീൻ. അവൻ മാത്രമാണ് നിങ്ങളുടെ സങ്കേതം, നിങ്ങളുടെ ശക്തി, കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത സഹായം. അവൻ നിങ്ങളെ രാവും പകലും തുടർച്ചയായി കാക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 27 അധ്യായം 3 വാക്യം. യഹോവയായ ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.